എല്ലാവർക്കും നമസ്കാരം. വിബ്യോർ 2025 ഈ സെഷന് നൽകിയ പേര് ഫെർട്ടിലിറ്റി ആൻഡ് പ്രഗ്നൻസി എന്നാണ്. ഇതൊരു ഡിസ്കഷൻ മോഡലിൽ ഒരു ഇൻ്റർവ്യൂ പോലെയാണ് ഷെഡ്യൂൾ ഇരിക്കുന്നത്. എൻ്റെ പേര് സുരേഷ് ചെറുളി. എനിക്കൊപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസിന് ഉത്തരം തരാനും അഭിപ്രായം പറയാനും വന്നിരിക്കുന്നത് ഡോക്ടർ ശിവദാസ് കൊക്കൂരി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റാണ്, കൂടാതെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. കോഴിക്കോട് ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അതുപോലെ വിവിധ ഹോസ്പിറ്റലുകളിൽ സേവനം നടത്തുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാമിൽ കിടക്കാം. മനുഷ്യ ഒരു ജീവിവർഗമാണ്. ഭൂമിയിലെ എല്ലാ ജീവിവർഗങ്ങളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അടുത്ത തലമുറയെ, സ്വന്തം കോപ്പിയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ ജീവിവർഗവും പല രീതിയിലുള്ള അഡാപ്റ്റേഷൻ സ്വീകരിച്ച് പരിണാമമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം സ്വന്തം തലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അതോടൊപ്പം മനുഷ്യന് ഈ ഉയർന്ന മസ്തിഷ്കവും അവൻ്റെ ബുദ്ധിവികാസവും കൊണ്ട് അവൻ നേടിയെടുത്തിട്ടുള്ള മറ്റുള്ള ലക്ഷ്യങ്ങളാണ് ജീവിതം ആസ്വദിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ സിവിലൈസ്ഡായിട്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഫോക്കസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളും അതിന് ഉത്തരം തേടലുമാണ്. ഓക്കെ, വെൽക്കം ഡോക്ടർ. ഞാൻ കുറേ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ഒരു ചോദ്യത്തിൽ കിടക്കുന്ന മുന്നേ നമ്മളെ സാധാരണ നമ്മൾ ഒരു ചൊല്ലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം എന്നാണ് മനുഷ്യൻ്റെ ഗർഭധാരണം അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുന്നുള്ളത് ഒരിക്കലും ഒരു പ്ലാൻഡ് അല്ല. പലപ്പോഴും സംഭവിക്കുന്നത് അത് കുട്ടികൾ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും എങ്ങനെ ഗർഭധാരണം, എങ്ങനെ ഗർഭകാലഘട്ടത്തിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ വേണം, കുട്ടികളെങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ എത്ര കുട്ടികൾ വേണം, എപ്പോൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അവ്യക്തത ഉണ്ട്. ആരും ചെയ്യാറില്ല. എല്ലാവരും വിചാരിക്കുന്നത് സെക്സ് ചെയ്താൽ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ സെക്സ് ചെയ്താൽ ഗർഭിണിയായ കുട്ടികളുണ്ടാവും, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ വളർന്നു വന്നോളും. ഇവിടെ എവിടെയും ഒരു പ്ലാനിങ്ങിൻ്റെ കാര്യം സംഭവിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല രീതിയിൽ ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്? ഗർഭധാരണം പ്ലാൻ ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ്. ആദ്യമായി എസൻസ് ഗ്ലോബൽ എന്ന സംഘടന ഇങ്ങനെ ഒരു പരിപാടിയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ചടങ്ങിൽ ചോദ്യോത്തരവേള നിയന്ത്രിക്കുന്ന എൻ്റെ സുഹൃത്ത് സുരേഷ് ചെറുളിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഒരു നല്ല രീതിയിലൊരു പ്രഗ്നൻസി പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ചിന്തിക്കാതെ പ്രഗ്നൻസിയിലേക്ക് പോകുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളുടേത്. അതിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ കുറേയും കൂടെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു നല്ല പ്ലാനിങ് വളരെ നല്ലതാണ്. അത് എനിക്ക് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വിവാഹപ്രായമായി വിവാഹം കഴിഞ്ഞ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ദമ്പതികൾ ചിന്തിക്കേണ്ടത് അവർക്ക് കാര്യമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, പ്രഗ്നൻസിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ വേണം. അത് സാധാരണ നിലയ്ക്ക് ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും ഒരു പ്രത്യുൽപാദനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ചികിത്സകൻ്റെ ഒരു ഗൈഡൻസോട് കൂടെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി IVF ചികിത്സകനായതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് കുറച്ചു കാലം ട്രീറ്റ്മെൻറ്റൊക്കെ കുറച്ചു കാലം ട്രൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവർ വരുന്ന സമയത്ത്, നമ്മളുടെ അടുത്തൊരു ചികിത്സയ്ക്ക് വരുന്ന സമയത്ത്
തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മളുടെ പുസ്തകങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിന് ഒരു ഇനീഷ്യലായിട്ടുള്ള ചില പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമാണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ഡൗട്ടാണ്, നമ്മൾ കുട്ടികളെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പാരൻറ്റിങ് എഡ്യൂക്കേഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. സാർ എന്ത് പറയുന്നു? പാരൻ്റൽ എഡ്യൂക്കേഷൻ, അതായത് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് പോലും അത് നമ്മൾ കുട്ടികളെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അറിയേണ്ട കാര്യങ്ങളല്ലേ ചിലതൊക്കെ? അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പം പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മതങ്ങളിലും അതുണ്ടല്ലോ. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് അവർ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകം ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് എൻ്റെ ഒരു തോന്നൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ക്ലാസ്സുകളിലൂടെ അത് അറിഞ്ഞു കിട്ടാൻ വളരെ പ്രയാസമാണ്. ഓരോരുത്തരും ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഐ എം എ പാരൻറ്റ്. ഇപ്പോൾ എൻ്റെ മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 23 വയസ്സായി, ചെറിയ ആൾക്ക് ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഈ പാരൻറ്റിങ്ങിൻ്റെ രീതികൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഓരോ 10 വർഷത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ അനുഭവം, ഒരു ദമ്പതികളായിട്ട് ജീവിക്കുമ്പോൾ, ഒരു പാരൻ്റായിട്ട് ജീവിക്കുമ്പോഴുള്ള അനുഭവം, അല്ലെങ്കിൽ നമ്മൾ മറ്റു വ്യക്തികളിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കുന്ന ഈ വിജ്ഞാനം, ഇത് വളരെ പ്രാധാന്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സിനേക്കാൾ വളരെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ അത് സാധിച്ചെടുക്കാൻ പറ്റേണ്ടതാണ്. താങ്ക് യു. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സംശയം, ഇത് ഗർഭിണികളെ ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഗർഭിണികളെ പരിപാലിക്കേണ്ടതെന്നുള്ളതിൽ വളരെ അവ്യക്തത ഉണ്ടെന്നല്ല, നമ്മൾ അമ്മൂമ്മമാർ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തു പോരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗർഭിണികൾക്ക് മാങ്ങ വേണം, മസാല ദോശ വേണം, 2 കുട്ടികളെ ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് ചിലത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, ചിലത് വളരെ താല്പര്യത്തോടെ കഴിക്കും. പക്ഷെ എന്നാലും ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, കഴിപ്പിക്കുന്ന സംഭവമുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് ഒരു ഐഡിയൽ ഡയറ്റ് ആയിട്ടുള്ളത്? ഈ മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ശരിക്കും തോന്നുന്നതാണോ, മാങ്ങി മസാല ദോശയൊക്കെ? അല്ല, അത് നമുക്കൊരു ഡോക്ടറായിരിക്കുമ്പോൾ നമ്മളോടും പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങ എന്ന് പറയുന്ന നമ്മൾ ബേസിക്കലി എസെൻഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. അതേസമയം തന്നെ ഇവർക്ക് ഒരു പ്രധാന സിംറ്റം വരുന്നത് ഇവരുടെ വോമിറ്റിംഗ് ആണ്. ഭയങ്കരമായ ഛർദി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഛർദിയുടെ ശരിക്ക് അതിൻ്റെ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ ഛർദി എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യനെ ചിന്തിക്കുമ്പോൾ, ഇവർ ഈ കുട്ടി വളർന്നു വരുന്ന സമയത്ത്, അതിൻ്റെ ആ ഭ്രൂണം വളർന്നു വരുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് ആ ഒരു ജീവിയുടെ ജീവി വർഗത്തിൻ്റെ ഓഫ് സ്പ്രിങ് ജനറേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, അപ്പോൾ പല ഭക്ഷണങ്ങളിലും ആ ഛർദിയിലൂടെ ഇത് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതേ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുകയും വേണം. അപ്പോൾ നമ്മളുടെ ഈ മാങ്ങ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെയൊക്കെ നാടുകളിൽ ഏറ്റവും കിട്ടിയിരുന്നൊരു ഭക്ഷണമാണിത്. അതിൻ്റെ പിന്നെ മാത്രമല്ല, വേറെ പല ഫ്രൂട്ട്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ സ്മെല്ലൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ആകർഷണീയമായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ചില സാധനങ്ങളിൽ ഇവർക്കൊരു ഭയങ്കര വാഞ്ച വരുന്നതായിരിക്കാം. അത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ പല രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ വേറെ പല സമൂഹങ്ങളിലും നമ്മൾ നോക്കിയാൽ മാങ്ങയ്ക്കായിരിക്കില്ല അത്. ഇപ്പോൾ നമ്മളിപ്പോൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഭക്ഷണത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വേറെ ഭക്ഷണങ്ങളോടായിരിക്കും താല്പര്യം. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സിംറ്റം കാരണമാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിലും കൂടുതൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ളതല്ലാതെ കണ്ട് അതിലങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമില്ല.
അപ്പോൾ ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ വേറെ പല ഭക്ഷണങ്ങളോടായിരിക്കും താല്പര്യം കാണും. പക്ഷേ ജനങ്ങൾ കുറേ കാലഘട്ടമായിട്ട് നമ്മുടെ ഒരു വിശ്വാസമാണ് മാങ്ങയോട് അങ്ങനെ ഇതുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായിട്ടും വെറൈറ്റിയാണ് നോക്കുന്നത്. വെറൈറ്റി, അതായത് ഇപ്പോൾ ഒരു ദിവസം കഴിക്കുന്ന, ഞാൻ പേഷ്യനോട് പറയാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഭക്ഷണത്തിലേക്ക് മാറാൻ പറയും. കാരണം നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഭക്ഷണം ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതിൽ കുറേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് മെമ്മറി, നെഗറ്റീവ് മെമ്മറി, ഇതെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തൊരു സെയിം ഡൗട്ട് തന്നെയാണ്. ഗർഭിണികളെ കൊണ്ട് സാധാരണ അലക്കിക്കുക, ഇടിക്കാൻ പറയുക, പിന്നെ അടിച്ചു വരിക്കുക, അതുപോലെ അത് യോഗ ചെയ്യിക്കുക, അങ്ങനെ പോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. ശരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ദോഷമുണ്ടോ? അതിൽ ഐഡിയലായിട്ട് സിമ്പിളായിട്ട് എന്താണ് ചെയ്യേണ്ടത് ശരിക്കും? അതായത് വ്യായാമത്തിന്റെ കാര്യമാണ് സുരേഷ് ചോദിക്കുന്നത്. പ്രഗ്നൻസി ഗർഭകാലങ്ങളിലുള്ള വ്യായാമം, അത് ചില പ്രത്യേക വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സുഖപ്രസവമാകും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ പലരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മാങ്ങയുടെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ പണ്ട് കാലത്ത് ഒരു 50-60 വർഷം മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ്, ചെയ്തിരുന്ന പ്രവർത്തികളാണ്, എന്താ പറയുക, അരി ഇടിക്കുക, ഒലയ്ക്ക വെച്ച് പൊടിക്കുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇതൊന്നും ഇപ്പോൾ നമ്മളെ സാധാരണ മനുഷ്യന്മാരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് അത് തന്നെ ഇപ്പോഴും നമ്മളുടെ ഗർഭിണികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരിത് വരുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ചെയ്യാത്ത പല പ്രവർത്തികളാണ് പ്രത്യേകിച്ചും ഗർഭിണികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും അക്കസ്റ്റംഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾ സ്വതവേ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും അല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ സ്വതവേ ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പ്രെയിനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യമില്ല. ശരിക്ക് ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് വാക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ചില എക്സസൈസുകളുണ്ട്. അതായത് ഈ സ്ക്വാറ്റിംഗ് എക്സസൈസ്, അല്ലെങ്കിൽ പെൽവിക് ടിൽറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില എക്സസൈസുകളുണ്ട്. ഇതൊക്കെ പിന്നെ അതുമാതിരി പെരിനിയൽ മസിൽസിൻ്റെ ടൈറ്റനിങ്, അതൊക്കെ കീഗൽസ് എക്സസൈസ് എന്നൊക്കെ പറയും. ഇത്തരം എക്സസൈസൊക്കെ ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ, ഒരു സാധാരണ രീതിയിലുള്ള ഒരു വാക്കിംഗ്, ഒരു മോഡറേറ്റ് വാക്കിംഗ്, ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ്, ഇതിൽ കൂടുതൽ ഒരു വ്യായാമ മുറകൾ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, താങ്ക് യു. അതുപോലെ മറ്റൊരു ഈ അടുത്തുണ്ടായൊരു ഇൻസിഡൻ്റ് ആണ്. നമ്മൾ പിന്നെ ഒരു കുട്ടി ജനിച്ച സമയത്ത് അല്പം വൈകല്യമുള്ള കുട്ടി ജനിച്ചു. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർമാർ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ട്. ഭയങ്കര കേസും പിന്നെ ആശുപത്രിയിൽ ബഹളങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഗർഭിണികളിൽ സ്കാൻ ചെയ്തിട്ടോ മറ്റ് ടെസ്റ്റുകളിലൂടെയോ വൈകല്യങ്ങൾ എത്രത്തോളം തിരിച്ചറിയാൻ പറ്റും? എന്തൊക്കെ ആണ് അതിൻ്റെ മെത്തേഡ്സ് ഉള്ളത്? ഇപ്പം നമ്മൾ ഈ ഗർഭകാലത്തുണ്ടാവുന്ന വൈകല്യങ്ങൾ, പല വൈകല്യങ്ങളും നമ്മൾ പണ്ടത്തെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്തെ നമ്മളുടെ സാധ്യതകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വൈകല്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ഗർഭകാലത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ്, സ്ട്രക്ചറൽ ഡിഫക്ട്സ്, ഇങ്ങനത്തെ പല അസുഖങ്ങളും, പിന്നെ ചില ഇൻഫെക്ഷൻസിൻ്റെ കാരണം ഉണ്ടാകുന്ന അവയവ വൈകല്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഗർഭകാലത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ബേസിക്കലി ഒരു ഗർഭിണിയെ പരിചരിക്കുന്ന സമയത്ത് ഇത്തരം അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നോക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന ക്രോമസോമൽ അനോമലീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കുറച്ചും കൂടിയൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്രോമസോമൽ ഡിസോർഡറാണത്. അപ്പോൾ ഡൗൺ സിൻഡ്രം പോലെ തന്നെയുള്ള വേറെ ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ട്രൈസോമി 21 ആണ്. അതുപോലെ വേറെ ക്രോമസോം നമ്പറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ട്രൈസോമി 13, 18 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇത് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പ്രഗ്നൻസി ആയി ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്ത്, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളും ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒപ്പം ചെയ്യുന്ന സ്കാനിങ്ങും വഴി നമ്മൾ അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞ് അതിലെന്തെങ്കിലും റിസ്ക് കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടുണ്ടെന്നല്ല പറയുക, റിസ്ക് ആയിട്ടാണ് പറയുക. അപ്പോൾ ആ റിസ്ക് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നീടുള്ള ടെസ്റ്റുകളുണ്ട്. കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേറെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, NIPT എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നമ്മൾ കുട്ടിയുടെ DNA മദറിൻ്റെ ബ്ലഡിലുണ്ടാവും. ആ ബ്ലഡ് എടുക്കുമ്പോൾ നമുക്ക് കുട്ടിയുടെ DNA കിട്ടുമ്പോൾ അതുവഴി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ കുട്ടിക്ക് ഈ അസുഖം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും.
അപ്പോൾ അതുപോലത്തെ ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത സ്റ്റേജാണ് നമ്മൾ ഒരു നീഡിലിട്ടിട്ട് ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു നീഡിലിട്ടിട്ട് അവിടുന്ന് ആ ലൈക്കർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതെടുത്തിട്ട് അമ്നിയോസെൻറ്റസ് എന്ന് പറയും, അതെടുത്തിട്ട് നമ്മൾ ഈ സെൽസ് പരിശോധിക്കുമ്പോൾ നമുക്ക് 100% അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ജനിതകമായ അസുഖങ്ങൾ നമുക്ക് അറിയാനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഡിഫക്ട്സ് ആണ്. ആ സ്ട്രക്ചറൽ ഡിഫക്ട്സിൽ മെയിനായിട്ട് പറയേണ്ടത് നമ്മൾ ഈ ഹാർട്ടിൻ്റെ അസുഖം, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൽ സുഷിരങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ഈ മുച്ചിറി എന്നൊക്കെ കേട്ടില്ലേ, ക്ലെഫ്റ്റ് ലിപ്പ്, പാലറ്റ്, ഇതൊക്കെ നമുക്ക് സ്കാനിൽ കണ്ടെത്താൻ പറ്റും. അതുപോലെ ഡയഫ്രമാറ്റിക് ഹെർണിയ, അങ്ങനെ പിന്നെ ചില ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് റുബല്ല അല്ലെങ്കിൽ സൈറ്റോമെഗലോ വൈറസ്, ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് കുട്ടിക്കുണ്ടാവുന്ന അവയവ വൈകല്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ശതമാനം വൈകല്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ പിന്നെ സാധാരണ ഈ കുട്ടികൾ ഉണ്ടാവാത്ത വന്ധ്യതാപരമായ കേസുകളുണ്ടല്ലോ. അപ്പോൾ സാധാരണ പണ്ട് മുതലേ കണ്ടുവരുന്ന കാര്യമാണ് ഇതൊക്കെ സ്ത്രീകളുടെ കുറ്റമായിട്ട് ചാർത്തുന്ന വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്ത്രീയെ ചില ലാംഗ്വേജ് ഉപയോഗിച്ച് അധിക്ഷേപിക്കുക. അതേപോലെ ചില മതങ്ങളിൽ തന്നെ ഉണ്ട് ഇത് പിന്നെ കുട്ടികളില്ലാത്തത് സ്ത്രീകളുടെ കുറ്റമാണെന്നുള്ള രീതിയിൽ. അതിൽ ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ സ്ത്രീകളുടെ പ്രശ്നം മാത്രമാണെന്നുള്ള രീതിയിലുള്ള ഒരു പിൻ പോയിന്റ് ചെയ്തുകൊണ്ടാണ്. ശരിക്കും ഈ വന്ധ്യത എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം കുഴപ്പം കൊണ്ടുള്ളതാണോ? അല്ല, അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണത്. അതായത് വന്ധ്യതയ്ക്ക് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 30-40% കാരണങ്ങൾ പുരുഷൻ്റെയും ഏകദേശം ഒരു 30-50% കാരണങ്ങൾ സ്ത്രീകളുടെയും ആണ്. പിന്നെ ബാക്കി ഒരു 30% കാര്യങ്ങളിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു സ്ത്രീയുടെ മാത്രം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നത് അത് നമ്മളുടെ സാമൂഹികമായൊരു പ്രശ്നമാണ്. അതിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു പുരുഷ മേധാവിത്വമുള്ളൊരു സമൂഹമാണ്. അപ്പോൾ നമ്മളുടെ കല്യാണങ്ങളും നമ്മളുടെ എല്ലാ ചടങ്ങുകളും നമ്മളുടെ ജീവിതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്ത്രീയെ ഒരു രണ്ടാം തരക്കാരിയായി കാണുന്ന, അത് മതങ്ങളായാലും നമ്മുടെ സാമൂഹികമായ ജീവിത രീതിയായാലും അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്വലിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഗർഭിണിയാവുക, കുട്ടീനെ വഹിക്കുക, കുട്ടീനെ പോറ്റുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ആയതുകൊണ്ട് അപ്പോൾ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ സ്ത്രീയുടെ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ശരിക്കും പുരുഷൻ്റെ മാത്രം പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യതയുണ്ടായിട്ട് കുട്ടികളാവാത്ത എത്രയോ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കുടുംബം നിലനിൽക്കുക എന്നുള്ളത് പുരുഷനേക്കാൾ നമ്മളെപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയുടെ ഒരു ആവശ്യമായിട്ട് അവരെ പഠിപ്പിക്കുന്നു, നമ്മൾ സമൂഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ പോലും, ഞാൻ നേരിട്ട് എൻ്റെ അനുഭവം പറയുകയാണ്, പുരുഷൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ പോലും ഈ ഭാര്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുരുഷൻ്റെ പ്രശ്നമാണെന്ന് പറയില്ല, സ്ത്രീയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് അനുഭവിക്കുകയും അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ശരിക്കും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. അല്ല, നമ്മുടെ നാട്ടിൽ പിന്നെ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഡൈവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭാര്യ നിലനിൽക്കുക അടുത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്ന കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഗോവ പോലുള്ള സ്ഥലത്ത് സിവിൽ കോഡിൽ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പുരുഷന് വേറെ രണ്ടാമത് വിവാഹം കഴിക്കുക എന്നുള്ളത് അവിടുത്തെ സിവിൽ കോഡിലാണ്. അതുപോലൊരു ഒരു തെറ്റിദ്ധാരണകാരാണ് ആൺകുട്ടികൾ ഉണ്ടാക്കാത്തത് പെണ്ണിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളൊരു പൊതുവേ ഇതുണ്ട്. ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളെ കുറ്റമാണ്, ഞങ്ങൾക്ക് പെൺകുട്ടികളെ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ചില ഫാമിലീസ് അറിയാം. ഇതും നേരത്തെ പറഞ്ഞ ഈ ഗോവയിൽ പറഞ്ഞ സിവിൽ കോഡിലുണ്ട്, 30 വയസ്സായിട്ടും ആൺകുട്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ കാരണം പറഞ്ഞിട്ട് പുരുഷന് വേറെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും ഈ കുട്ടീൻ്റെ ലിംഗം ആരാണ് നിർണ്ണയിക്കുന്നത്? അത് ശരിക്കും കുട്ടിയുടെ ലിംഗം നിശ്ചയിക്കുന്നത് പുരുഷനാണ്. പുരുഷന് അറിയാമല്ലോ, പുരുഷന് ഒരു സെക്സ് ക്രോമസോംസ് നോക്കി കഴിഞ്ഞാൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും പുരുഷനുണ്ട്. സ്ത്രീക്ക് 2 എക്സ് ക്രോമസോമാണുള്ളത്. അപ്പോൾ പുരുഷൻ കൊടുക്കുന്ന ബീജത്തിൽ എക്സ് ക്രോമസോം ആണെങ്കിൽ അത് പെൺകുട്ടിയായും വൈ ക്രോമസോം ആണെങ്കിൽ അത് പുരുഷനായിട്ടും ആണ് മാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ
പുരുഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം പുരുഷൻ തന്നെയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ കണക്ക് അത് പലർക്കും അറിയാത്തത് കൊണ്ട് അതും ഒരു സ്ത്രീയുടെ കുറ്റമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ സമൂഹം, നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന സമൂഹത്തിൽ ഇതിൻ്റെ മറ്റേ വശം ഞാൻ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പുരുഷൻ വളരെ ഭീഷണി അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു വന്ധ്യത വരുമ്പോൾ അത് വന്ധ്യതയ്ക്ക് കാരണം പുരുഷനാണെങ്കിൽ അവനെ ഒഴിവാക്കാനുള്ള സാധ്യതയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ കേരളത്തിലെ സമൂഹം കുറച്ച് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് പറയാം. ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ, ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സെൽഫിഷ് ആണ്. ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും, ഇപ്പോൾ ഇന്നത്തെ തലമുറ അങ്ങനെ കഷ്ടം നാശം സഹിച്ച് ബുദ്ധിമുട്ടി ഒരു കുടുംബം മെയിൻറ്റെയിൻ ചെയ്യണം ഉദ്ദേശിക്കുന്നില്ല. അവർ ഏറ്റവും നല്ലത് അതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവർ പറഞ്ഞ് സംസാരിക്കുക, അടുത്ത ജീവിതം കണ്ടെത്തുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അല്ല, ഇതിൻ്റെ കൂട്ടി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഇതേ കാര്യം തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷന് ഒരു പ്രശ്നം അല്ലെങ്കിൽ സ്ത്രീക്കൊരു പ്രശ്നം, നമുക്കതിൽ ഒരു ബീജം അണ്ടത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ നിലനിൽക്കാം. അപ്പോൾ സപ്പോസ് പുരുഷൻ്റെ ബീജം ഇല്ലാത്തത് കൊണ്ട് പ്രഗ്നൻസി ആവുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് അണ്ടം ഇല്ലാത്തത് കൊണ്ട് പ്രഗ്നൻസി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ശാസ്ത്രീയമായി ഇതിനുള്ള ചികിത്സകളുണ്ട്. അതായത് അണ്ടദാതാവ്, ബീജദാതാവ് എന്നുള്ള ചികിത്സകളുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ രാജ്യത്ത് ഇതൊക്കെ നിയമപരമായിട്ട് അംഗീകൃതമാണ് ഇനിയും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അവർക്ക് ആ വിവാഹത്തിലൂടെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിനുള്ള സാഹചര്യങ്ങളും ശാസ്ത്രീയമായ എന്താ പറയുക കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് നിലവിൽ. ആ രീതിയിലും ചിന്തിക്കാം. കറക്റ്റ്. പക്ഷേ ഈ അറിവ് ആളുകളിലേക്ക് കുറവാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ അറിവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് ചില കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കും, ചില കാര്യങ്ങൾ പെട്ടെന്ന് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്പ്രെഡിങ് വളരെ കുറവാണ്. നമ്മൾ തന്നെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വന്ധ്യതേൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും പിന്നെ എങ്ങനെയുള്ള ഏത് ലക്ഷണം ഉള്ളപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ചികിത്സയ്ക്ക് പോകേണ്ടത്? ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ്, അതായത് അവർ നാച്ചുറലായിട്ട് ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുന്നത് ഒരു 85% ആൾക്കാർ, 80% ആൾക്കാർ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അതൊരു 92 to 93% ഉണ്ടാവും. അപ്പോൾ ശരിക്ക് ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അവരൊരു 2 വർഷം വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ഇപ്പം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈവാഹിക പ്രായം വളരെയധികം കൂടിയിരിക്കുകയാണ്. പലരും കല്യാണം കഴിക്കുന്നത് വളരെ ഏജ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സ്ത്രീയുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം സ്ത്രീക്ക് ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും ഇവരുടെ അണ്ടങ്ങളൊക്കെ ഇല്ലാതായി പോലും. അപ്പോൾ ഒരു 35 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ പുതിയ ടീച്ചിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ മാക്സിമം നോക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചികിത്സകനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ചികിത്സകൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണാനുള്ള വൈകുകയും അത് കൂടുതൽ പ്രശ്നങ്ങളായി കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ചില കണ്ടീഷൻസ്, ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നുള്ള ചില അസുഖങ്ങളൊക്കെ കാലക്രമേണ കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മളത് നേരത്തെ തന്നെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏജ് കൂടുമ്പോൾ, ഏജ് കൂടിയിട്ടുള്ള ഒരു സ്ത്രീ, ഇപ്പോൾ 35 വയസ്സുള്ള ഒരു സ്ത്രീ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതും 25 വയസ്സുള്ള സ്ത്രീ ട്രൈ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് 25 വയസ്സുള്ള സ്ത്രീക്ക് കുറേ കാലങ്ങളുണ്ട് കുട്ടികളാവാൻ. പക്ഷെ 35 വയസ്സുള്ള സ്ത്രീക്ക് അവളുടെ അണ്ടങ്ങൾ ഇങ്ങനെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിവേഗം തന്നെ അവർ നല്ല ചികിത്സയിലേക്ക് മാറേണ്ടതാണ്. ഓക്കെ. ഈ IVF പിന്നെ പാർട്ട്നേഴ്സിൻ്റെ അണ്ടവും ബീജവും എടുത്ത് ഫ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ തന്നെയാണ് അണ്ടവും ബീജവും എടുക്കുന്നുള്ളതിന് എന്താണോ ഈ പാർട്ട്നേഴ്സിൻ്റെ തന്നെയാണ് അണ്ടവും ബീജവും യൂസ് ചെയ്യുന്നതിനെ എന്താണ് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഈ ഹസ്ബൻഡിൻ്റെ സ്പേമിന് പകരം പുറമേ ഉള്ള ആളുകളുടെ സ്പേം യൂസ് ചെയ്തിട്ട് വന്നു എന്നുള്ളത്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധ്യത ഉണ്ടോ? അത് ശരിക്കും അങ്ങനെ അതൊരു എത്തിക്കലി റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ക്ലിനിക്ക്, ഒരു വന്ധ്യതാ കേന്ദ്രത്തിലും ഒരു സെൻറ്ററിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി ഞാൻ വളരെ ചുരുക്കി പറയാം. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ഒരു വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിൽ നമ്മളൊരു
ഒരു പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് IUI എന്നുള്ള ട്രീറ്റ്മെൻറ്റ് വിചാരിക്കുക. IUI എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ ബീജം എടുത്തിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അണ്ടം വളർന്നു വരുമ്പോൾ ബീജം യൂട്രസിൽ നിക്ഷേപിക്കുന്ന ചികിത്സ. IVF അല്ല കേട്ടോ, അതായത് അണ്ടം വലുതായി വരുന്ന സമയത്ത് ബീജം നിക്ഷേപിക്കുന്ന ചികിത്സയാണ്. അപ്പോൾ ആ ചികിത്സ നടക്കുന്ന സമയത്ത് ആ കേന്ദ്രത്തിൽ ഹസ്ബൻഡ് ബീജം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാമ്പിളെല്ലാം മാർക്കഡ് ആയിരിക്കും. അപ്പോൾ ഈ മാർക്ക് ചെയ്ത സാമ്പിൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേര് എഴുതിയിട്ടുണ്ടാവും. ഇത് പല ടെക്നീഷ്യൻസിലൂടെയാണ്, ഇതിൽ ഈ പ്രവർത്തന രീതികളിലൂടെയാണ് ഇത് അവസാനം ഡോക്ടറെ അടുത്ത് തിരിച്ച് ഈ സാമ്പിൾ എത്തുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് IVF. ഞാനിപ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ സങ്കീർണമാണ്. ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് സ്പേം എടുക്കുന്നു, എഗ്ഗ് എടുക്കുന്നു, എഗ്ഗിനൊക്കെ മാർക്ക് ചെയ്യുന്നു, ഓരോ എഗ്ഗിലും ഓരോ സ്പേം ഇടുന്നു. ഇതിലൊക്കെ പല വ്യക്തികളും പല രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻസും രജിസ്റ്റേഴ്സ് കൂടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇൻറ്റൻഷനലായിട്ട് അതിലൊരു തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ അറിയാം ആ കേന്ദ്രത്തിൽ എത്രമാത്രം ഒരു ഡിസറയിലാണ് ആ കാര്യങ്ങൾ നടക്കേണ്ടത്. ഒരു സാധാരണ നല്ലൊരു സെൻറ്ററിൽ ഒരിക്കലും അത് നടക്കാൻ സാധ്യതയില്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടാത്തതാണ്. ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ അത് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വേറൊരു ബീജം കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബീജം കൊടുക്കുന്നതിനേക്കാൾ ചിലവ് കൂടുതലാണ് വേറൊരു ബീജം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സർക്കാർ പറയുന്ന നിയമപരമായിട്ട് നമുക്ക് കിട്ടുന്ന ബീജത്തിൻ്റെ ചിലവ് നമ്മൾ അതുവഴി നമ്മൾ ചികിത്സ ചെയ്യുന്നതിന് സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഏകദേശം ഒരു 3 മടങ്ങ് ചിലവ് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ആ സെൻറ്ററിനും ലാഭകരമല്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴും അത് ഒരു സാധ്യത കാണുന്നില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ, അതായത് അണ്ടത്തിന് പോരായ്മയുണ്ട് അല്ലെങ്കിൽ ബീജത്തിന് പോരായ്മയുണ്ടെങ്കിൽ അത് ഡൊണേഷനായിട്ട് സ്വീകരിക്കുന്ന കേസുകൾ പറഞ്ഞു, രണ്ടും കൂടി, അല്ലെങ്കിൽ അണ്ടവുമോ ബീജമോ. ഇതും ഈ IVFൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ? അപ്പം ഈ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതും ഈ അണ്ടവും ബീജവും കൂടി പുറമേ സ്വീകരിച്ച് യൂട്രസിൽ, അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ യൂട്രസിൽ വളർത്തി കുട്ടിയാക്കുന്ന തമ്മിൽ പിന്നെ എത്തിക്കലായിട്ട് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ അഡോപ്ഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ടോട്ടലി സുരേഷ് ചോദിച്ചത് അണ്ടും ബീജവും പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ ചോദിച്ചത്? അങ്ങനെയാവുമ്പോൾ അണ്ടും ബീജവും പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ എംബ്രിയോ ആക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എംബ്രിയോ ഡൊണേഷനാണ്, എംബ്രിയോ ഡോണർ. അപ്പോൾ അതിൽ ബീജവും അണ്ടും പുറത്തുനിന്നാകുമ്പോൾ ബയോളജിക്കലി ആ 2 പേരൻസിൻ്റെ അല്ല. അപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഒരു ബയോളജിക്കലി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഡോപ്ഷനും മറ്റും തമ്മിൽ വ്യത്യാസമല്ല. പക്ഷേ ഇതിൽ വേറൊരു കാര്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എംബ്രിയോ നമ്മൾ യൂട്രസിലാണ് നിക്ഷേപിക്കുന്നത്. ആ യൂട്രസിൽ നിക്ഷേപിച്ചിട്ട് ആ സ്ത്രീ അതിനെ ഗർഭം വഹിച്ച് 10 മാസം ചുമന്നിട്ട് അതിനെ ഡെലിവറി ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കണക്ഷൻ അത് മറ്റതിൽ നിന്നുണ്ടാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് ഇതിലെ പ്രൈവസിയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ചറിയാം, നമ്മുടെ എല്ലാ ചികിത്സകളിലും നമ്മൾ പ്രൈവസി ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ പ്രത്യുൽപാദനത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും. അപ്പോൾ നമ്മളൊരു എംബ്രിയോ ഡോണർ ചെയ്യുമ്പോൾ അത് ആ ദമ്പതികൾ അല്ലെങ്കിൽ ആ പുരുഷനും സ്ത്രീ മാത്രമേ അറിയുന്നുള്ളൂ. നേരെ മറിച്ച് അഡോപ്ഷൻ ചെയ്യുമ്പോൾ അത് സമൂഹം മുഴുവൻ അറിയാണ്, കുടുംബങ്ങൾ മുഴുവൻ അറിയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൂടെയാണ്. ഇപ്പോൾ അഡോപ്ഷനിലുണ്ടായിട്ടുള്ള കുട്ടികൾ അവരുടെ പാരൻസ് വന്നിട്ട് അഡോപ്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമൂഹവും കുടുംബമൊക്കെ ഇടപെടുന്നതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു പോസിബിൾ ആണെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ ഒരു എംബ്രിയോ ഡൊണേഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെയാണ് ഈ യൂട്രസിന് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പിന്നെ സറഗസി ചെയ്യുന്നത്, അതായത് പിന്നെ വാടക ഗർഭപാത്രത്തിൽ IVF ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഭ്രൂണം നിക്ഷേപിക്കുന്നത്. ഇതും അടുത്തൊരു ഘട്ടമാണല്ലോ ഇപ്പോൾ ഇതിൽ നിന്നുള്ളത്. നമുക്ക് ഇപ്പം പിന്നെ സ്വന്തമായിട്ട് ഒരു പാർട്ട്നേഴ്സിൻ്റെ ഒന്നുകിൽ ബീജം അല്ലെങ്കിൽ അണ്ടം അല്ലെങ്കിൽ ഗർഭപാത്രം, ഇത് 3-ൽ ഏതാണെങ്കിലും ഏതെങ്കിലും ഒന്ന് വന്നതിൽ തന്നെ ഈ കുട്ടിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയി എന്നുള്ളതാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞു വരുന്നത്, ഒരു മാനസികമായിട്ടും അല്ലാതെയും. അപ്പോൾ ഈ വാടക ഗർഭപാത്രം തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണത് സെലക്ട് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ അതായത് വാടക ഗർഭപാത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അണ്ടവും ബീജവും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അണ്ടവും ബീജവും കൂടെ സംയോജിച്ച് ഭ്രൂണമാക്കിയിട്ട് നമ്മൾ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ
വെച്ചിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാണ്. വാടക ഗർഭപാത്രം എന്ന് പറയുമ്പോൾ അവിടെ യൂട്രസിനാണ് പ്രശ്നം. അതെ, അതായത് പുരുഷന് ബീജവും സ്ത്രീക്ക് അണ്ടം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഭ്രൂണമായി കഴിഞ്ഞാൽ അത് വെക്കാനുള്ള ഗർഭപാത്രമില്ല. അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ചില സിൻഡ്രംസ് ഉണ്ട്. മേയർ റോക്കിറ്റാൻസ്കി കുസർ-ഓഷർ സിൻഡ്രം എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചിലപ്പോൾ അത് അവർക്ക് മെൻസസ് ഒന്നും ഉണ്ടാവില്ല ആ കുട്ടികൾക്ക്. അവർ ചിലപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പേ അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർ അങ്ങനെ ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് പക്ഷെ അവർക്ക് ഓവറി നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് യൂട്രസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം അവർക്ക് കുട്ടികളില്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ IVF ചെയ്യുമ്പോൾ അവരുടെ അണ്ടങ്ങൾ എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ പുരുഷൻ്റെ ബീജം എടുത്തിട്ട് പ്രഗ്നൻസി ആക്കിയിട്ട് നമ്മൾ വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അത് ആ ഗർഭപാത്രം എടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് അവർ വിവാഹം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇത്ര ഒരു പ്രായത്തിൻ്റെ ലിമിറ്റ്സ് ഉണ്ട്, ഒരു കുട്ടി ഉണ്ടാവണം, അവരുടെ യൂട്രസ് നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഗർഭപാത്രത്തിൽ നമ്മളത് നിക്ഷേപിക്കുമ്പോൾ അതൊരു 10 മാസം കൊണ്ട് ഇവരുടെ പ്രഗ്നൻസി വളർത്തി അത് കഴിയുമ്പോൾ ആ കുട്ടീനെ ഇവർക്ക് കിട്ടുകയാണ്. ഇവരുടെ ബയോളജിക്കലി ഇവരുടെ കുഞ്ഞിനെ ഇവർക്ക് തന്നെ കിട്ടുകയാണ്. വാടക ഗർഭപാത്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാടക ഗർഭപാത്രം എന്നുള്ള ഒരു സാധ്യത നമുക്ക് നിയമപരമായിട്ട് നമ്മുടെ ലോകത്ത് നമ്മുടെ രാഷ്ട്രത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് എടുക്കുന്നത് വളരെ നല്ലതാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ പിന്നെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന കേസ് ഉണ്ടായിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ഡൈവോഴ്സായി പോയി, പിന്നെ ഈ കുട്ടിയെ എടുക്കേണ്ട ചുമതല ആരും ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ശരിക്കും ലീഗലി എങ്ങനെയാണ് അത് ഉണ്ടാവുക? അതായത് വളരെ നല്ല സറഗസി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീ 10 മാസം ചുമന്ന് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 10 മാസം ഗ്യാപ്പ് മതി ഒരു പാർട്ട്നേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാനോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള തീരുമാനിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ തേടാനോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലീഗൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ നമ്മൾ ഈ വാടക ഗർഭപാത്രത്തിൻ്റെ സർവകസിയുടെ നമ്മൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് വാടക ഗർഭപാത്രം ഇന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ബയോളജിക്കൽ പാരൻസിനെ ഇൻറ്റൻഡഡ് പാരൻസ് ആണ് പറയുക, സറോഗേറ്റ് മദർ എന്നും പറയും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കുട്ടി വളർന്ന് ഈ വലുതായി വരുന്നതിനിടയിൽ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ രക്ഷാകർതൃത്വം ആരെ ഏറ്റെടുക്കുന്നുള്ളതിനൊക്കെ വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ ആരെ ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ആദ്യം തന്നെ നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ആക്ച്വലി ഇത് മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിനുശേഷമാണ് നമ്മൾ ഈ സറോഗസി ലോ ഒക്കെ വളരെ വന്നത്. അതായത് ഫോറിനേഴ്സ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുണ്ടായ സംഭവമാണ് അത്. ഫോറിനേഴ്സ് വന്നിട്ട് ആ കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായപ്പോൾ അവരത് എടുക്കാതെ പോയി. എന്നിട്ട് അങ്ങനെ കുട്ടി അത് ഒരു നെറ്റ്ഫ്ലിക്സിലൊരു സിനിമ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് വരും. പിന്നെ ഈ സറോഗേറ്റ് മദറിൻ്റെ ഉത്തരവാദിത്തമായി മാറും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ വന്നത്. ഇപ്പോൾ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. അത് ആദ്യം തന്നെ എഴുതി ചേർക്കുന്നുണ്ട്. ഇന്നിങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും കുട്ടിയുടെ രക്ഷാകർത്തൃം വഹിക്കുക. അതിപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം ഇപ്പോൾ കപ്പിളിൻ്റെ തന്നെ ആണെങ്കിലും ഇതിലിപ്പോൾ ഒരു ഡോണർ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഡോണർ സ്പേം വരുമ്പോഴും ഇതേ പ്രശ്നം വരും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇത് എടുക്കുക, അതൊക്കെ ആദ്യം തന്നെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നിയമങ്ങളിപ്പോൾ. അതുപോലെ പിന്നെ പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകൾക്ക് തേടാവുന്ന ഒരു മാർഗവുമായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് തോന്നുന്നു സറോഗസി. എങ്ങനെ പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകൾക്ക് അതും ഒരു സറോഗസിയിലെ അല്ലല്ല അത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അതായത് ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു ദമ്പതികൾ ഒരു ഏകദേശം 5 വർഷമെങ്കിലും ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം മാത്രമാണ് സറോഗസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക് കാരണങ്ങൾ കൊണ്ടൊന്നും സറോഗസിക്ക് പോകാൻ പെർമിഷൻ കിട്ടത്തില്ല. അതിന് വ്യക്തമായ എന്തെങ്കിലും സ്ത്രീക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അത് ബോധിപ്പിക്കണം. അത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പുതിയ നിയമം വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏത് ജില്ലയിലാണോ അവിടുത്തെ DMOൻ്റെ അടുത്ത് ഈ ബയോളജിക്കൽ പാരൻസും സറോഗേറ്റ് മദറും കൂടെ പോകണം. എന്നിട്ട് ഈ സറോഗേറ്റ് മദറിൻ്റെ ഏജ് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് പിന്നെ ഈ ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകണം. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു പാരൻറ്റേജ് ഓർഡർ വാങ്ങണം. അതായത് ഈ സ്ത്രീ സറോഗേറ്റ് മദർ ഇവർക്ക് കുട്ടിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കുട്ടിയുടെ ബയോളജിക്കൽ പാരൻസ് ആരാണോ അവർക്കിത് കൊടുക്കുന്നതായിരിക്കും എന്നുള്ള സർട്ടിഫിക്കറ്റും ഇതൊക്കെ അവിടുന്ന് വാങ്ങി പിന്നെ ഇവർ തിരുവനന്തപുരത്ത് പോയിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് പോയിട്ട് അവിടുന്ന് അപ്രൂവൽ വാങ്ങണം.
അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സറോഗസി എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടെ പണ്ടത്തേനൊക്കെ കുറച്ചും കൂടെ ലെങ്തി പ്രൊസീജിയറായി. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അവർക്ക് കറക്റ്റായിട്ട് കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടും ഒക്കെയാണ് ഗവൺമെൻറ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ IVF ചെയ്യുമ്പോൾ പിന്നെ ചില കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളാണ്, പിന്നെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ്. IVF ചെയ്യുമ്പോൾ കുട്ടിയുടെ ലിംഗം തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത്, കുട്ടികളെ ലിംഗം ചൂസ് ചെയ്യാന്നുള്ളത്, അത് സെക്സ് ചൂസ് ചെയ്യാം, ഏത് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ എന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇതാണ് IVF ചെയ്യുമ്പോൾ ട്വിൻസ്, ട്രിപ്ലറ്റ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ ഒന്നുകൂടി ഉള്ളതാണ്, പിന്നെ കുട്ടികൾക്ക് സാധാരണ കുട്ടികളുടെ ആരോഗ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധാരണ കുട്ടികളെ പോലെ അമ്മമാരുമായിട്ടൊരു പിന്നെ ഹെൽത്തി ടച്ച് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയുള്ള ഇങ്ങനെ കുറച്ചൊരു തെറ്റിദ്ധാരണപരമായ കുറേ കാര്യങ്ങൾ അത് പിന്നെ മുതിർന്നവർക്ക് ഇതിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയുള്ളത്? അല്ല, ഈ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ശരിക്ക് IVF-ൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എംബ്രിയോ ബയോപ്സി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ എംബ്രിയോ ഒരു അതായത് Day 2 സെൽ സ്റ്റേജ് എന്ന് പറയും. അതായത് 48 hours തൊട്ടിട്ട് Day 5 വരെയുള്ള സ്റ്റേജിലാണ് ഭ്രൂണം ഉണ്ടാവുക. ഈ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലാണ് നമ്മൾ ഭ്രൂണം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഇതിൽ ഒരു Day 5 സ്റ്റേജ്, അത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ആ സ്റ്റേജിൽ ഈ എംബ്രിയോൻ്റെ ചില കോശങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് അതിനെ പ്രത്യേകം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭ്രൂണത്തിൻ്റെ ക്രോമസോം നമ്പറും ജനിതകമായ സ്റ്റഡികളും നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് പല രീതിയിലും നമുക്ക് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട് ഇത്തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ സ്കാൻ വഴി പോലും സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പാടില്ല, പനിഷബിൾ ബൈ ഒഫൻസ് ആണ്. അതായത് ചെയ്യുന്ന ആളും ഡോക്ടറും അതിന് ഇതാണ്. കാരണം അത് ഈ ഫിമെയിൽ ഫീറ്റിസൈഡൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ആ നിയമം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എംബ്രിയോ ബയോപ്സി ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതായത് സെക്സ് ഡിറ്റർമിനേഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരം കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ സെൻറ്ററിനൊക്കെ നമുക്ക് എംബ്രിയോ ബയോപ്സി ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് അവരെ അപ്രൂവലിന് വരുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ എക്സിബിറ്റ് ചെയ്യണം, അതുമാതിരി ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇത്തരം ഡോക്യുമെൻറ്റേഷൻ വേണം. പിന്നെ അങ്ങനെ ഓരോ പ്രൊസീജിയറിൻ്റെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നേരെ മറിച്ച് വേറെ പല രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് തായ്ലൻഡിലോ അല്ലെങ്കിൽ ദുബായ്, അങ്ങനത്തെ പല രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ എംബ്രിയോ ബയോപ്സിയിൽ സെക്സ് ഡിറ്റർമിനേഷൻ പോസിബിളാണ്. അവരത് ബാലൻസിങ് ഓഫ് ദ ഫാമിലി എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നല്ലോ, ട്വിൻസ് ട്രിപ്ലറ്റ്സ് ഒക്കെ കൂടുതൽ ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IVF ചെയ്യുമ്പോൾ നമ്മൾ ഭ്രൂണം നിക്ഷേപിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഭ്രൂണം വേണോ, 2 ഭ്രൂണം വേണോ, 3 ഭ്രൂണം വേണോ എന്നുള്ളത് ഒരു ക്ലിനീഷ്യനും ഈ ദമ്പതികൾക്ക് നിശ്ചയിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് 3 എംബ്രിയോകൾ വരെ നമുക്ക് വയ്ക്കാം, മാക്സിമം നിക്ഷേപിക്കാം. അത് പക്ഷെ നമ്മളങ്ങനെ വെക്കുന്നത് ഈ ഇരട്ട കുട്ടികളോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സോ ആകാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന എല്ലാ എംബ്രിയോവും ജെനറ്റിക്കലി നോർമൽ ആയിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് അപ്പം അറിയാൻ ഈ എംബ്രിയോ ബയോപ്സി ചെയ്തില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ എംബ്രിയോ ബയോപ്സി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് റുട്ടീനായിട്ട് നമ്മൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ എംബ്രിയോ വെക്കുമ്പോൾ പ്രഗ്നൻസി പിടിക്കാനുള്ള സാധ്യത, ഏതെങ്കിലും ഒരു എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് വേറെ പല രാഷ്ട്രങ്ങളിലും, ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്പിലൊക്കെ ബ്രിട്ടനിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സിന് മുന്നേ അവർ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫറേ അവർ അനുവദിക്കുള്ളൂ. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്പിൾ എംബ്രിയോസ് വയ്ക്കുമ്പോൾ അതിലൊരു 20% വരെ ട്വിൻസ് ആവാനുള്ള സാധ്യതയുണ്ട്, ഒരു 4% വരെ ട്രിപ്ലറ്റ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സിംഗിൾട്ടൺ പ്രഗ്നൻസി, ഒരു കുട്ടിയാകുന്നതിന് പകരം ഇരട്ട കുട്ടികളാവുമ്പോൾ ആ കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. കുട്ടികൾ നേരത്തെ മൂപ്പെത്താതെ പ്രസവിക്കുക, അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പിന്നെ അതിന് വേറൊരു കാരണമുണ്ട്. കാരണം അതിൻ്റെ എക്സ്പെൻസ്. ഇപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളിലും അവിടെ ഗവൺമെൻറ് ഫണ്ടഡാണ് അവരുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായി മാറും, ഈ ഇരട്ട കുട്ടികൾ വരുമ്പോൾ അവരുടെ ചെലവുകളൊക്കെ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ദമ്പതികൾ പറഞ്ഞാൽ അവരുടെ തന്നെ ചെലവിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കൂടുതൽ നല്ല റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു 3 എംബ്രിയോ വരെ വെക്കാം എന്നുള്ള നിയമം വയ്ക്കുന്നത്. പക്ഷെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു പ്രഗ്നൻസി പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുപോലെ പിന്നെ
IVF ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് എത്രയുണ്ടാവുക? IVF നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ചാൽ അറിയുന്ന പോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോകത്ത് എവിടെ ചെയ്യുകയാണെങ്കിലും ഇത് സാധാരണ ഉള്ളതിനേക്കാൾ കോസ്റ്റ് വരുന്നുണ്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏകദേശം അത് ഓരോ ഇപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ വേരിയേഷൻ ഉണ്ടാകും. നമ്മൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റി കൺസേൺഡ് ആയിട്ടാണോ ലാബ് വർക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം ഇത് ചെയ്യുന്നു, നമ്മുടെ ലേബർ കോസ്റ്റ്. ഇപ്പോൾ വേറെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ US നമ്മളൊരു IVF സൈക്കിൾ ചെയ്യുകയാണെങ്കിൽ നിയർലി ഒരു 10 to 12 lakhs വരും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പല സെൻറ്ററുകളിലുള്ള വേരിയേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 to 2.5 to 3 lakhs വരെ ഇതിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്. അത് ഓരോ കേന്ദ്രങ്ങളുടെ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അതുപോലെ ഇന്ന് പിന്നെ രാവിലെ കണ്ടൊരു ന്യൂസാണ്, ഒരു കുട്ടി ചെറുപ്പത്തിൽ പിന്നെ എൻ്റെ വൃഷ്ണത്തിന് ക്യാൻസർ ഉണ്ടായിട്ട് അവരുടെ സ്പേം ഫ്രീസ് ചെയ്ത് വെച്ചു. ഏകദേശം 9 വർഷത്തിന് ശേഷം IVF-ലൂടെ കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചു. അതായത് 16-ാം വയസ്സിൽ പ്രോബ്ലം ഉണ്ടായ കുട്ടിയുടെ സ്പേം എടുത്ത് വെച്ചിട്ട് അവരിപ്പോൾ 26 ആണ് ഏജ്. ആ ടൈമിൽ അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് കുട്ടികളുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഈ IVF-ൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജും ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഭ്രൂണമോ അണ്ടമോ അല്ലെങ്കിൽ ഈവൻ എംബ്രിയോ ആയിട്ട് സ്റ്റേജിൽ തന്നെ അത് ഫ്യൂസ് ചെയ്തിട്ട് തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നത്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് ഇപ്പം നമ്മുടെ ഇതിനൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് അവൈലബിൾ ആണ്, നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ സെൻറ്ററിലും ഇത്തരത്തിൽ ഇപ്പോൾ സുരേഷ് പറഞ്ഞ പോലെ, അതായത് ക്യാൻസർ വന്നിട്ടുള്ള പുരുഷന്മാർക്ക് വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ ചിലപ്പോൾ സ്ക്രോട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ പെൽവിക് റീജിയനിലൊക്കെ ആണെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ബീജങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതെയാവും, ടെസ്റ്റിക്കുലർ അട്രോഫിയിലേക്ക് പോകും. അപ്പോൾ ചിലരുടെ സ്ക്രോട്ടം ടെസ്റ്റിക്കുലർ ട്യൂമറൊക്കെ ആണെങ്കിൽ ആ ടെസ്റ്റിസ് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യങ് ആയിട്ടുള്ള ഈ കുട്ടികൾ വന്നിട്ട് നമ്മൾ ഇവരുടെ ബീജം കളക്ട് ചെയ്ത് വെക്കും. ഈ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇവർക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവരുടെ ബീജം മോശമായിരിക്കും. ഒരു ബീജം നോക്കുമ്പോൾ ഒരിക്കൽ ബീജം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ബീജം മുഴുവൻ വളരെ മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബീജം ഉപയോഗിച്ചിട്ട് അവർ പിന്നീട് കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ആ ബീജം ഉപയോഗിക്കാം. അത് നമ്മുടെ സെൻറ്ററിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്കിപ്പോൾ ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികൾ, ഒരു ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ, നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അവർ വരുമ്പോൾ അവർ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് ഹയർ എഡ്യൂക്കേഷനൊക്കെ പുറത്ത് പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ, അവർക്കൊക്കെ നമ്മൾ അവരുടെ എഗ്ഗ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്, ഓവറി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എഗ്ഗ് എടുത്ത് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കും. സ്പേം ഫ്രീസ് ചെയ്യുന്ന പോലെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് അവരുടെ ചികിത്സകളൊക്കെ കഴിഞ്ഞ് അവർ കല്യാണം കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ ബീജം ഉപയോഗിച്ച് അവർക്ക് പ്രഗ്നൻസി ആക്കാൻ പറ്റും. ഇനി ഇതിന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ എംബ്രിയോ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ, അതിലേക്ക് ഞാൻ വരാം. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ IVF-ൽ നമ്മൾ കൂടുതൽ എംബ്രിയോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സപ്പോസ് നമ്മൾ 1-2 എംബ്രിയോ വെച്ചിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എംബ്രിയോ നമ്മൾ കളയുന്നില്ല. ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എംബ്രിയോ നമ്മൾ സുരക്ഷിതമായിട്ട് ശീതീകരിച്ച് സൂക്ഷിച്ച് വയ്ക്കും, ക്രയോപ്രിസർവ് ചെയ്ത് വയ്ക്കും. ആ കുട്ടിക്ക് ഒരു 2-3 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് നമ്മുടെ ക്ലിനിക്കിനെ സമീപിക്കാം. ഈ എംബ്രിയോ അവിടെ തന്നെ ഉണ്ടാകും. എന്നിട്ട് അവർക്ക് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ഇത് യൂട്രസിൽ നിക്ഷേപിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് ദമ്പതികൾക്ക് 2 കുട്ടികളൊക്കെ ആയ സാഹചര്യമുണ്ട്. 5 കൊല്ലം ഗ്യാപ്പിൽ, 8 കൊല്ലം ഗ്യാപ്പിലൊക്കെ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവർ ട്വിൻസാണ് അല്ലേ, ഒരേ സമയത്ത് വന്നതാണല്ലോ. പക്ഷേ 2 സമയത്തായിട്ടാണ് അവർ പുറത്തു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ സമയം നോക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ ജ്യോതിഷമൊക്കെ പിടുത്തം വിടല, ജ്യോതിഷത്തിന് ബുദ്ധിമുട്ടാവും. അല്ല, ഇന്ന് വിദേശത്തൊക്കെ കോമൺ ആണ് മറ്റേ റിസ്കി ജോബിന് പോകുന്നത്, റിഗിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്പേമൊക്കെ എടുത്തു വയ്ക്കുന്നത്. അവിടെ കുറച്ച് സ്പേം ലോസ് വരാനുള്ള സാധ്യതയുള്ള ആളുകൾ, പിന്നെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ബീജം എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞു ഈ അണ്ടവും ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എത്ര കാലം വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോസ്റ്റ്? ഇതിന് കോസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീസിങ് കോസ്റ്റാണ്. ഇതിൻ്റെ പ്രൊസീജിയർ, അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ സെമനാകുമ്പോൾ എജക്കുലേറ്റഡ് സാമ്പിൾ, പക്ഷേ ചില ആൾക്കാർക്ക് നമ്മൾ ടെസ്റ്റിസ് വലിച്ചെടുക്കും. അപ്പോൾ അതൊരു സർജിക്കൽ റിട്രീവലാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. എഗ്ഗ് ഓവറിൽ നിന്ന് നമ്മൾ സർജിക്കലി എടുക്കുകയാണല്ലോ. അപ്പോൾ ആ എടുക്കുന്ന ഒരു കോസ്റ്റ് വരും. പിന്നെ രണ്ടാമത്തത് ഇനീഷ്യൽ ഫ്രീസിങ്ങിൻ്റെ കോസ്റ്റ് വരും. പിന്നെ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇത് വർഷങ്ങളോളം നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ അതിന് വരുന്ന കൺസ്യൂമബിൾ കോസ്റ്റ്, അതായത് നമ്മളിതൊരു -193 ഇത് വയ്ക്കുന്നത്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ലിക്വിഡ് നൈട്രജനാണ്. ഈ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമബിൾ ആണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ അത് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി ഇടണം. അപ്പോൾ ഇപ്പോൾ എത്ര വർഷം വേണമെങ്കിൽ നമുക്കത് വെക്കാം. അപ്പോൾ ആ ഇനീഷ്യൽ കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മാസം അത് എടുത്ത് വെക്കുന്ന കോസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മുടെ സെൻറ്ററിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ എടുത്തു വെക്കുന്നതിനൊരു 20,000 ഒക്കെയാണ് വരുന്നത്. പിന്നീട് മാസം ഒരു 1,000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ സപ്പോസ് ഒരു 1 year ഒക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 32,000 ആണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഓഡിയൻസ് കിട്ടിയൊരു ക്വസ്റ്റ്യാണ്, പ്രസവം നിർത്തിയവർക്ക് കുഞ്ഞുണ്ടാവാൻ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണോ IVF? പ്രസവം നിർത്തിയവർക്ക്? അതെ, പ്രസവം നിർത്തിയവർക്ക് ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IVF തന്നെയാണ്. അല്ലാതെ നമുക്ക് IVF അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂബ് കട്ട് ചെയ്തായിരിക്കും. അത് ട്യൂബ് നമുക്ക് ലാപ്രോസ്കോപ്പി വഴി സംയോജിപ്പിക്കാം. ലാപ്രോസ്കോപ്പിക് ട്യൂബൽ റീകനലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയർ ഉണ്ട്, നമ്മൾ ചെയ്യുന്നതാണത്, ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്നതാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ലാപ്രോസ്കോപ്പിക് റീകനലൈസേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്ക് IVF-ൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവായിരുന്നു, വിജയസാധ്യത കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് IVF-ൻ്റെ സക്സസ് റേറ്റ് മെച്ചപ്പെട്ടു. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് IVF ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ട്യൂബ് ഇപ്പോൾ പ്രസവം നിർത്തിയിട്ട് ഇപ്പോൾ വേറൊരു സെനേറിയോ ഞാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ 2 കുട്ടികളുണ്ടാവും ഈ ദമ്പതികൾക്ക്. ഇവർ പ്രസവം നിർത്തും, പക്ഷേ ഇവർ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് വേറൊരു കല്യാണത്തിലേക്ക് പോകും. അപ്പോൾ വേറൊരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ വേണമല്ലോ, പക്ഷെ അവരുടെ പ്രസവം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇവരുടെ ഏജ് കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ 25 വയസ്സിൽ കുട്ടികളുണ്ടായ ആൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടാമത് വരുമ്പോൾ 35 വയസ്സിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഓവറിക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അത് IVF ആണ് നല്ലത്. അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 30 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി പ്രശ്നമാണെന്ന് പറയുന്നതോടും കുട്ടികൾ ഉണ്ടായാൽ ചിലവ് കൂടും എന്ന് പറയുന്നതോടും സാറിൻ്റെ അഭിപ്രായം? 30 വയസ്സോ? 30 വയസ്സൊന്നും അത്ര വലിയ പ്രായമല്ല. പലരും കല്യാണം കഴിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 30-35 വയസ്സാണ്. അപ്പോൾ പണ്ടായിരുന്നു നമ്മൾ 20-21 വയസ്സിലൊക്കെ. ഇപ്പൊക്കെ ബിക്കോസ് ഓഫ് ദ ഫിമെയിൽ ലിറ്ററസി ആൻഡ് ദേ പെർസ്യൂ ദെയർ കരിയർ. അത് അവർ പലരും വിവാഹത്തിലേക്ക് എത്തുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 30-31 വയസ്സൊക്കെയാണ്. അപ്പോൾ 30-35 വയസ്സിലെത്തുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രഗ്നൻസി ആവില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്ന പല ആൾക്കാരും അവർ വരുന്ന പ്രായം തന്നെ 30-35 വയസ്സായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ നാച്ചുറലി ട്രൈ ചെയ്ത് തന്നെ പ്രഗ്നൻസി ആവാറുണ്ട്. എല്ലാവർക്കും ഒന്നും അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. അതെ, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു ടോക്കുകളാണ്. ഫെർട്ടിലിറ്റി കൂട്ടാൻ മുരിങ്ങ കഴിക്കുക, നായക്കുറ പരിപ്പ്, കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, പിന്നെ ചിലർ യോഗ, ചിലർ ധ്യാനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറമെ ഇത് നാട്ടിൽ സ്വാഭാവികം പറയുന്നത് കുറേ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഭക്ഷണങ്ങൾ സജസ്റ്റ് ചെയ്യും, നട്ട്സ്, ഫ്രൂട്ട്സ് എന്ന് കണ്ട ആയിരക്കണക്കിന് ഭക്ഷണങ്ങളുണ്ട് ചില യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്. ഇതൊക്കെ കൂട്ടി കഴിച്ചാൽ ഫെർട്ടിലിറ്റി കൂടും എന്നുള്ള രീതിയിൽ എന്താണ് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള എന്തെങ്കിലും ഉണ്ടോ? മുരിങ്ങയുടെ ഇല ഇപ്പം ഞാൻ പറയണത് ലീഫി വെജിറ്റബിൾസ് ആസച്ച്, മുരിങ്ങയുടെ ഇല എന്നുള്ള രീതിയിലല്ല. ലീഫി വെജിറ്റബിൾസ് പൊതുവേ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ്. നമ്മളിപ്പോൾ പ്രഗ്നൻസിയിലായാലും അല്ലെങ്കിലും ഒക്കെ ഈ ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൽ അയൺ റിച്ച് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ നമുക്ക് അയൺ സോഴ്സ് വേണമല്ലോ, അയണിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ ജനറലി ഇപ്പോൾ മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിറാക്കിൾ ഒരു ഡ്രഗ് അല്ലെങ്കിൽ മിറാക്കിൾ പ്ലാന്റ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ മുരിങ്ങയുടെ ഇല നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അസിമുലേറ്റ് ചെയ്യുന്ന അയണിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിന് മാത്രം മാറിയെടുക്കുക. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പ്രഗ്നൻസി പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറിലൂടെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് തന്നെ ഇവർക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് കാൽഷ്യം ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് കൊടുക്കുന്ന കാൽഷ്യം ടാബ്ലറ്റോ അയൺ ടാബ്ലറ്റിനേക്കാളോ നല്ല അബ്സോർപ്ഷൻ ഈ പറയുന്ന മുരിങ്ങയിൽ നിന്ന് കിട്ടില്ല. മുരിങ്ങ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതൊരു മാജിക് ഡ്രഗാണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗുകൾ മുഴുവനെ പല സോഴ്സിൽ നിന്നാണല്ലോ വന്നേക്കുന്നത്. പക്ഷേ ഈ സോഴ്സിൽ നിന്ന് നമ്മൾ ഈ ഡ്രഗ് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഡ്രഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. ആ റോയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അത്ര കിട്ടത്തില്ല. ഇപ്പോൾ ഹീം അയൺ, ഇപ്പോൾ നമ്മൾ അയൺ മാത്രം എടുത്ത് നോക്കുക. അയൺ ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ സോഴ്സാണ് ഏറ്റവും നല്ലത്. ഹീം അയൺ ഏറ്റവും നല്ലത് റെഡ് മീറ്റ്, ലിവറൊക്കെയാണ്. പക്ഷേ പ്ലാന്റ് സോഴ്സസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ സോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിൽ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങ, നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കണം. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഹോൺ എന്നൊക്കെ പറയുന്നത് അത് വെറും അബദ്ധം എന്ന് പറയും. കാരണം അത് വെറും ഒരു എന്താ പറയുക, സാധാരണ നമ്മുടെ എന്താ പറയുക നഖത്തിലും മുടിയിലൊക്കെ ഉള്ള പ്രോട്ടീനാണ്. അതൊന്നും ഒരിക്കലും അബ്സോർവ് ചെയ്യാൻ പോകുന്നില്ല. വെറും അന്ധവിശ്വാസമാണ് അതൊക്കെ. മുരിങ്ങക്കായും കാണ്ടാമൃതത്തിന് കൊമ്പ് പറയുന്നതിൻ്റെ ആകൃതി ഒരു കാരണം. അതെ, അതിൻ്റെ ആകൃതി കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ചില കോഡുകളായിരിക്കും. അതുപോലെ പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റാണ് പിന്നെ ഉരുളി കമഴ്ത്തുക. കൃപാസനം പത്രം വയറിൽ വെച്ച് കിടന്നാൽ, അതേപോലെ ഹോമിയോ മരുന്ന് കഴിച്ചാൽ, പിന്നെ ഭസ്മം കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോഡ് കാര്യങ്ങളുണ്ട്. സാറും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ പലതും. ഉരുളി കമത്തിണ്ടായത്, അതിൽ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, 100 ദമ്പതികൾ കുട്ടികളുണ്ടായ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോട്ട ധാന്യകേന്ദ്രത്തിൽ പോയാൽ അവിടെ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടികളെ പറ്റിയുള്ള അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഇങ്ങനെ പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു ഫ്രെയിമിനകത്ത് നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇതിനെപ്പറ്റി എന്തെങ്കിലും സാറിൻ്റെ അനുഭവത്തിൽ തെളിവുകളായിട്ടുണ്ടോ, അതോ വെറും ഈ അനുഭവ സാക്ഷ്യങ്ങൾ മാത്രമാണോ ഉള്ളത്? ഇല്ല, അതൊക്കെ ഒരു വെറും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു അനക്ഡോട്ടൽ എവിഡൻസസ് എന്ന് പറയില്ലേ, നമ്മൾ കോയിൻസിഡൻ്റലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നമ്മുടെ വണ്ടിയിൽ ഒരുത്തൻ വന്നിട്ട് ഉരസി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണെന്ന്, അതൊരു തരം എന്താ പറയുക കോയിൻസിഡൻ്റൽ ഒബ്സർവേഷൻസ് ആണ്. അതല്ലാതെ കണ്ട് ഇതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഏത് രീതിയിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ മനുഷ്യൻ്റെ നമ്മളെപ്പോഴും കുറേ ഇങ്ങനെ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന, ഇപ്പം നമ്മൾ വേറെ പല മേഖലകളിലും പോലെ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തും ഈ ആരോഗ്യരംഗത്തും ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളിലും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ഓരോ വിശ്വാസങ്ങളിലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ പക്ഷേ ഈ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമുക്കിതിനൊക്കെ സർക്കാർ സഹായങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഹോമിയോ ചികിത്സയാണെങ്കിലും ഇപ്പോൾ കൃപാസത്തിനാണെങ്കിലും അടക്കം സർക്കാർ സഹായം കിട്ടുന്നൊരു മേഖലയായി മാറിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് വൈഡ് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞ് ആളുകൾ പറയുന്നതല്ല, ആളുകൾ കണ്ട് എന്താണ് ഫാക്ട് എന്നല്ല നോക്കുന്നത്. ആളുകൾ പറഞ്ഞ് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ചില കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും, അതിന് വൈഡ് റേഞ്ചിലേക്ക് എത്താൻ പറ്റും. അല്ല, മനുഷ്യന് എപ്പോഴും ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറുക്ക് വഴികൾ നോക്കാനുള്ള ഒരു പ്രവണത ജനങ്ങൾ, അത് നമ്മുടെ മനുഷ്യ സഹജമാണല്ലോ. നമ്മൾ ബേസിക്കലി എസെൻഷ്യലി അവർ ബ്രെയിൻ ഈസ് സോ ലേസി നോ. സോ നമ്മൾ ഏറ്റവും എളുപ്പ വഴികളാണ് എപ്പോഴും നോക്കുക. അപ്പം നമുക്ക് തന്നെ എനിക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ദമ്പതികൾ വന്നിട്ട് അവരോട് നമ്മളൊരു ചികിത്സ പറയുമ്പോൾ അതിൻ്റെ ഘട്ടങ്ങളുണ്ടാവും. അതിൽ പലതും അവർക്ക് പല കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ പണച്ചെലവുണ്ടാവും, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കിൽ വരണം അല്ലേ, അപ്പോൾ മരുന്നുകൾ എടുക്കണം, ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർജറി പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന സംഗതികളാണ്. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചികിത്സകളോ അല്ലെങ്കിൽ കൃപാസനമൊക്കെ എത്ര എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക നമ്മളോട്, അപ്പോൾ നമ്മളൊരു വിശ്വാസിയും കൂടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ പെട്ടുപോവുകയാണ്. അത് പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുറേ ഇങ്ങനെ ഈ ഇത്തരത്തിൽ ചർച്ചകളിലൂടെയും അത് മനുഷ്യൻ്റെ ഒരു അവബോധം വളർത്തിയെടുത്തിട്ട് അത് പിന്നെ മാറ്റിയെടുക്കാനേ പറ്റൂ. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അതിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടവും നമ്മുടെ സ്റ്റേറ്റൊക്കെ അതിൽ ഇൻവോൾവ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ മെല്ലെ മെല്ലെ മാറി വരേണ്ടതാണത്. അപ്പോൾ ഏതായാലും നമ്മുടെ ചർച്ച കുറച്ചധികം നീണ്ടു. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ പകുതിയായിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇനി ഒരു സിറ്റിംഗ് കൂടി ഇരിക്കാം. ഏതായാലും ഇത്രയും നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ഡോക്ടറിനോട് വളരെ നന്ദി. എൻ്റെ പേരിലും എസൻസ് ഗ്ലോബലിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതെ, നമ്മൾ ഒരു ശാസ്ത്രീയമായ വിഷയമാണ്.
അപ്പം അത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അത്ര സ്വീകാര്യമായിരിക്കില്ല ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് ഉള്ള ഇതാണ്. പക്ഷേ എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ പല എന്താ പറയുക അവസരങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അത് അങ്ങനെയാണ് ആ തരത്തിലുള്ള എന്താ പറയുക തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാനൊക്കെ നല്ലത് അതാണ്. എനിവേ, നന്ദി. താങ്ക് യു വെരി മച്ച്. ഏതായാലും താങ്ക് യു.